ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചല്ലോ, ഇന്ന് ഈ ഉമ്മത്ത് ആഗോളതലത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ പോലും ഈ ഉമ്മത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആരടാ എന്ന് ചോദിക്കാൻ ഒരു നേതൃത്വം ഇല്ല. അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ നേതൃത്വം ഇല്ല. പക്ഷെ ആ നേതൃത്വം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. തുർക്കി ഖിലാഫത്തിനെ, ഓട്ടോമൻ തുർക്കികൾ അഥവാ ഉസ്മാനിയ ഖിലാഫത്തിനെ അംഗീകരിച്ചായിരുന്നു ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും. അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ തുർക്കി ഖിലാഫത്ത് വലിയ സാമ്രാജ്യമായി വളർന്നു നിന്നിരുന്നു. എന്തിനധികം നമ്മുടെ കേരളക്കരയിലേക്ക് വരെ തുർക്കി പട്ടാളം കടന്നു വന്നിട്ടുണ്ട്. AD 16-ാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പോർട്ടുഗീസുകാരുടെ ആക്രമണ പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുർക്കിയിലേക്ക്, അതല്ലെങ്കിൽ ഈജിപ്തിലേക്ക് കത്തെഴുതിയിട്ടുണ്ട് തുർക്കി ഖലീഫക്ക്. അന്ന് ഈജിപ്തിൽ നിന്ന് പട്ടാളം വന്നു. എവിടെ? നമ്മുടെ കേരളത്തിലേക്ക് വന്നു. നമ്മുടെ കേരളത്തിൽ പൊന്നാനിയിലേക്ക് പട്ടാളം വന്നു സഹായിക്കാൻ വേണ്ടി. ആ പട്ടാളക്കാർക്ക് നിസ്കരിക്കാൻ ഉണ്ടാക്കിയ പള്ളിയുടെ പേരാണ് പൊന്നാനിയിലെ മിസ്രി പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി. ഞാനിത് സൂചിപ്പിച്ചത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് പോലും തുർക്കി ഖിലാഫത്തിന്റെ പട്ടാളം സഹായിക്കാനായിട്ട് കടന്നു വന്നിട്ടുണ്ട് എന്നത് ബോധ്യപ്പെടുത്താനാണ്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളുടെ ഒരു നേതൃത്വമായിരുന്നു തുർക്കി എന്നത്. ഈ ഘട്ടത്തിലാണ് തുർക്കി ആ പാരമ്പര്യമായി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ബ്രിട്ടീഷുകാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ സാമ്രാജ്യത്വം വികസിപ്പിക്കുകയാണ്. യുദ്ധം ചെയ്ത് അധിനിവേശത്തിലൂടെ രാജ്യങ്ങളെ പിടിച്ചടക്കുകയാണ്. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തേക്കും ബ്രിട്ടീഷുകാർ കടന്നു വന്ന ചരിത്രം നമുക്കറിയാം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ഇന്ത്യയെ അധിനിവേശ ശക്തികൾ കീഴടക്കിയതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർ കീഴടക്കി. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാർ എന്ന് ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഒരു രാജ്യത്ത് സൂര്യൻ അസ്തമിക്കുമ്പോ, ഇന്ന് ഇവിടെ രാത്രിയാകുമ്പോ പുലർച്ചയാ അല്ലെങ്കിൽ ഇന്ന് നേരം വെളുത്തുകൊണ്ടിരിക്കുന്ന ഒരു നാടുണ്ടാവും അല്ലേ? ഇല്ല മനുഷ്യന്മാർ, നിങ്ങൾ ഇവിടെ അല്ലേ? ഇപ്പൊ പുലർച്ച അല്ലെങ്കിൽ പ്രഭാതം പൊട്ടിവിടരുന്ന നാടുകളില്ലേ? ബ്രിട്ടീഷുകാരെ കുറിച്ച് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാർ എന്ന് പറയാൻ കാരണം, ഇന്നിവിടെ സൂര്യൻ അസ്തമിക്കുമ്പോ മറ്റൊരു രാജ്യത്ത് സൂര്യൻ ഉദിക്കും, അവിടെയും ബ്രിട്ടീഷുകാരന്റെ ഭരണമാണ്. ആ രാജ്യത്ത് സൂര്യൻ അസ്തമിക്കുമ്പോ മറ്റൊരു രാജ്യത്ത് സൂര്യൻ ഉദിക്കും, അവിടെയും ബ്രിട്ടീഷുകാരന്റെ ഭരണമാണ്. അങ്ങനെ ലോകത്ത് മുഴുവൻ സാമ്രാജ്യത്വം വികസിപ്പിച്ചിരുന്നു ബ്രിട്ടീഷുകാർ. പക്ഷേ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിന് തുർക്കി ഖിലാഫത്ത് തടസ്സം നിന്നു. തുർക്കി ഖിലാഫത്ത് അതിന് തടസ്സം നിന്നു. അല്ലെങ്കിൽ അവരുടെ സാമ്രാജ്യത്വ വികസനത്തിന് സാധ്യമാകാത്ത വിധം തുർക്കി ഖിലാഫത്ത് അവരുടെ മുമ്പിൽ വിലങ്ങുതടിയായപ്പോ അവർ തീരുമാനിച്ചു, തുർക്കി ഖിലാഫത്തിനെ തകർക്കണം, മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തെ തകർക്കണമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തെ തകർക്കണമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയും അതിനുവേണ്ടി അവർ ചില ചാരപ്രവർത്തനങ്ങൾ നടത്തി. സൗദി അറേബ്യയിലേക്ക് ചാരന്മാരെ പറഞ്ഞയച്ചു. ഹംഫർ എന്ന ചാരനെ പറഞ്ഞയച്ചു. ഹംഫർ വേഷം മാറി വന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോട് പോലും പലതും സംസാരിച്ചു. അങ്ങനെ തുർക്കിക്ക് എതിരായി ഒരു ബദലായി അല്ലെങ്കിൽ ഒരു സമാന്തരമായി തുർക്കിക്ക് റിബലായി മറ്റൊരു രാജ്യത്തെ സൗദി അറേബ്യയിൽ സ്ഥാപിക്കാൻ ആവശ്യമായ സൈദ്ധാന്തികമായ അടിത്തറയുണ്ടാക്കുകയായിരുന്നു. to Middle East, അതുപോലെ the confession of a British spy എന്ന പേരിലൊക്കെ പിന്നീട് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ബ്രിട്ടീഷ് ചാരന്റെ കുറ്റസമ്മതം, the diaries of Humfer, the memories of Humfer, ഹംഫറിന്റെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അത് ലോകത്ത് വെളിച്ചം കണ്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരന്റെ ചാരന്മാരായി തുർക്കി ഖിലാഫത്തിനെ തകർക്കാൻ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന രാജ്യത്ത് ഒരു എതിർ ശബ്ദം ഉണ്ടാക്കുക, ശൈഥില്യത്തിന്റെ ശബ്ദമുണ്ടാക്കുക എന്നത് ബ്രിട്ടീഷുകാരന്റെ പ്രവർത്തനമായിരുന്നു. എന്തിനു വേണ്ടി? ഇത് തകർത്താലേ ബ്രിട്ടീഷുകാരന് വളരാൻ കഴിയും. അതുപോലെ തന്നെ T.E. ലോറൻസിനെ പോലെയുള്ള ചാരന്മാരെ പറഞ്ഞയച്ചു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ചരിത്ര പുസ്തകത്തിൽ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അറേബ്യയിൽ നിലവിലുണ്ടായിരുന്ന ദേശീയ ബോധത്തെ ബ്രിട്ടൻ ഉപയോഗപ്പെടുത്തുകയും പണവും സമ്പാദ്യങ്ങളും ഉദാരമായി കൈക്കൂലി കൊടുത്ത് തുർക്കിക്കെതിരായി, ശ്രദ്ധിക്കണേ, തുർക്കിക്കെതിരായി അറബികളുടെ ഒരു ലഹള സംഘടിപ്പിക്കുകയുണ്ടായി. അഥവാ തുർക്കിയുടെ കീഴിൽ നിൽക്കുന്ന ഈ രാജ്യങ്ങൾ
രാജ്യങ്ങളിൽ തുർക്കി ഖിലാഫത്തിന് എതിരായി ഒരു വൈകാരികതയുണ്ടാക്കുകയും തുർക്കി ഖിലാഫത്തിനെതിരെ ലഹളയുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും ലഹളയുണ്ടാക്കുകയും ചെയ്തു. ഈ അറേബ്യയിലെ ഒരു ബ്രിട്ടീഷ് ഏജന്റായ ടി.ഇ. ലോറൻസ് ആയിരുന്നു ഈ ലഹളയുടെ പ്രണേതാവ്. ഏഷ്യയിലെ പല പ്രസ്ഥാനങ്ങളുടെയും തിരശീലക്കു പിന്നിൽ ചരിച്ചുകൊണ്ടിരിക്കുന്ന നിഗൂഢ വ്യക്തി എന്ന വിശ്രുതി ഇയാൾ പിന്നീട് ആർജിച്ചെടുത്തു എന്ന് കാണാം. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ ഹംഫറിനെ പോലെയുള്ള ചാരന്മാർ ടി.ഇ. ലോറൻസിനെ പോലെയുള്ള ചാരന്മാരെ സൗദി അറേബ്യയിലേക്ക് പറഞ്ഞയച്ച് ഈ അവരുടെ ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായി മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ വഹാബിസം എന്ന ആശയത്തെ അവർ ഉയർത്തിക്കൊണ്ടുവന്നു. അതിന്റെ പേരിൽ ആയിരക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങളെ കൊല്ലാക്കൊല ചെയ്തു. 10,000-കണക്കിന് വരുന്ന മുസ്ലിമീങ്ങളെ അതിന്റെ പേരിൽ കൊല്ലാക്കൊല ചെയ്തു. അവരവിടെ പ്രബോധനം ചെയ്ത പ്രധാനപ്പെട്ട ആശയം ഈ പാരമ്പര്യത്തെ എതിർക്കുക എന്നതാണ്. മുസ്ലിം ഉമ്മത്ത് കടന്നു വന്ന ഒരു പാരമ്പര്യമുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ആ ഇസ്ലാം അതല്ല യഥാർത്ഥത്തിലുള്ള ഇസ്ലാം. മാത്രമല്ല അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞ് പുതിയ ഒരു ആശയത്തെ വഹാബി പ്രസ്ഥാനം അവിടെ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ ഇബ്നു സഊദ് എന്ന ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ അവർ സ്ഥാപിക്കുകയാണ്. ഇതും കേരളമായിട്ട് എന്താ ബന്ധം? വരുന്നേ ഉള്ളൂ. അങ്ങനെ സൗദിയിൽ അങ്ങനെ സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് സൗദിയുടെ കിരീടാവകാശികൾ പോലും പിന്നീട് അത് സമ്മതിച്ചിട്ടുണ്ട്. 2016 തോന്നുന്നു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വാഷിംഗ്ടൺ പോസ്റ്റുമായി നടത്തിയ അഭിമുഖത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ വഹാബിസം പ്രചരിപ്പിച്ചത് എന്ന് ഒരു പത്രത്തിനുള്ള അഭിമുഖത്തിൽ അവർ തന്നെ തുറന്നു സമ്മതിക്കുകയാണ്. ഇങ്ങനെ പാശ്ചാത്യന് വേണ്ടി തുർക്കി ഖിലാഫത്തിനെ തകർക്കാൻ അഥവാ മുസ്ലിമീങ്ങളുടെ ഐക്യത്തെയും മുസ്ലിമീങ്ങളുടെ പാരമ്പര്യത്തെയും തകർക്കാൻ ബ്രിട്ടീഷുകാരുടെ ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായി സൗദി അറേബ്യയിൽ വഹാബിസം വളരുകയാണ്. ഇതിന്റെ മറ്റൊരു ഭാഗം ഇനി ശരിക്കും ശ്രദ്ധിക്കണം. ഇതിന്റെ മറ്റൊരു ഭാഗം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അപ്പണി ഏറ്റെടുത്തു ജൂതന്മാർ. സൗദി അറേബ്യയിൽ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിൽ തുർക്കി ഖിലാഫത്തിനെ തകർക്കാൻ ആവശ്യമായ ഒരു ബദൽ അല്ലെങ്കിൽ ഒരു റിബലായിട്ടുള്ള ഒരു രാജ്യം സൃഷ്ടിക്കാൻ ആവശ്യമായ സൈദ്ധാന്തികമായ അടിത്തറയുണ്ടാക്കി കൊടുത്തു. രണ്ടാമത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജൂതന്മാർ പണിയേറ്റെടുത്തു. ഇസ്ലാമിക വൈജ്ഞാനിക രംഗം ഏറെ ഉയർന്നു നിൽക്കുന്ന ഈജിപ്തിലേക്ക് കടന്നു വന്നു. ഈജിപ്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജൂതന്മാർ ചാരന്മാരെ പറഞ്ഞയച്ചു. ആ ചാരന്മാരുടെ പേരാണ് മുഹമ്മദ് അബ്ദ, റഷീദ് റിള, ജമാലുദ്ദീൻ അഫ്ഗാനി. കേരളത്തിലുള്ള വഹാബികൾ ഈ അടുത്ത കാലഘട്ടം വരെ ഇപ്പോൾ പരസ്പരം ഭിന്നിച്ച് ഒരുപാട് സംഘടനകളായി ചിതറിയപ്പോ ചില ആളുകളൊക്കെ കുറ്റസമ്മതം നടത്താറുണ്ട്. ജമാലുദ്ദീൻ അഫ്ഗാനിയെയൊക്കെ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കാണുന്ന അതേ വിധത്തിൽ ഈ കേരളക്കരക്ക് പരിചയപ്പെടുത്തിയവരാണ് കേരളത്തിലുള്ള വഹാബികൾ. ഈജിപ്ഷ്യൻ ത്രിമൂർത്തികൾ അഥവാ മുഹമ്മദ് അബ്ദയും റഷീദ് റിളയും ജമാലുദ്ദീൻ അഫ്ഗാനിയും വേഷപ്രച്ഛന്നരായി ജൂതന്മാരുടെ രഹസ്യ സംഘടനയായ മാസോണിസത്തിന്റെ വക്താക്കളായി ഇവർ കടന്നു വന്നു. ഈ ചരിത്രത്തെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഇന്ന് ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധമൊക്കെ നടക്കുമ്പോൾ നമുക്ക് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ധാരണയുണ്ടാവുക. അങ്ങനെ മുഹമ്മദ് അബ്ദയും റഷീദ് റിളയും ജമാലുദ്ദീൻ അഫ്ഗാനി അടക്കമുള്ള ഈ ജൂതചാരന്മാർ ഈജിപ്തിൽ പുതിയ ഒരു ആശയതലത്തെ കൊണ്ടുവരാൻ തുടങ്ങി. ഇസ്ലാമിക് മോഡേണൈസേഷൻ എന്ന് പറഞ്ഞ് യൂറോപ്യൻ സെൻട്രിക്കായ ഒരു ആശയത്തെ അവരവിടെ സ്ഥാപിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വിശുദ്ധമായ ഖുർആനിനെ മനുഷ്യന്റെ പ്രകടമായ ബുദ്ധിക്ക് അനുസൃതമായി വ്യാഖ്യാനിക്കണമെന്ന അതീവ ഗുരുതരവും അപകടകരവുമായ മനുഷ്യന്റെ ഈമാൻ പോലും പഴച്ചു പോകുന്ന വിധത്തിലുള്ള ആശയതലങ്ങൾ അവരവിടെ പ്രചരിപ്പിച്ചു. റഷീദ് റിളയുടെ തഫ്സീറുൽ മനാർ എന്ന വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിലൊക്കെ അദ്ദേഹം പറയുന്നത് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു എന്ന് ഖുർആനിനെ പോലും അവർ നിരൂപിക്കുകയാണ്. പ്രവാചകന്മാരുടെ മുഅ്ജിസത്തൊന്നും ഖുർആനിൽ ഇല്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുകയാണ്. ഞാൻ ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത് ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് നമുക്ക് മറ്റു പല വിഷയങ്ങളും പറയാനുണ്ട്.
അവർ പ്രചരിപ്പിച്ച ആശയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം വിശുദ്ധമായ ഖുർആനിൽ നമ്മളൊക്കെ അറിഞ്ഞതും പഠിച്ചതുമാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിട്ട് വഖാലത്തിൻ നംല, സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഉറുമ്പ് സംസാരിച്ചു എന്ന് കാണാം. അപ്പൊ ഇവരിങ്ങനെ ആലോചിക്കാണ്, മനുഷ്യന്റെ പ്രകടമായ ബുദ്ധിയിൽ ഉറുമ്പ് സംസാരിക്കൂല അല്ലേ? ഇവിടുത്തെ ഉറുമ്പ് സംസാരിക്കലുണ്ടോ? ഇല്ലല്ലോ. പ്രത്യക്ഷത്തിൽ ഉറുമ്പ് സംസാരിക്കൂല. അപ്പൊ ഖുർആനിൽ ഉറുമ്പ് സംസാരിച്ചു എന്ന് പറഞ്ഞതോ